ഇപ്പോൾ ആമസോണിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു കടയിലോ ഒക്കെ പോയാൽ ഒരുപാട് റാൻഡം ആയിട്ട് ഇതുവരെ കേൾക്കാത്ത കമ്പനികളുടെ ഫെയർനെസ് വൈറ്റനിങ് ക്രീമുകൾ കാണാറുണ്ടല്ലേ. ഇത് വാങ്ങരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്തെന്നറിയാമോ? നമ്മുടെ സ്കിൻ കെയർ നമുക്ക് തരുമ്പോഴത്തേക്ക് നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു സാധനം അപ്രൂവ് ചെയ്യും. അതായത് ഈ പ്രൊഡക്റ്റുകളിൽ ഇത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ടാവാൻ പാടുള്ളൂ, ഇതിനപ്പുറത്തോട്ട് യൂസ് ചെയ്യാൻ പാടില്ല, ഈ സാധനങ്ങളൊന്നും സ്കിൻ കെയറിൽ യൂസ് ചെയ്യാനും പാടില്ല എന്നുള്ളതിനെ പറ്റിയിട്ട്. ഇതൊന്നും പാലിക്കാത്ത കുറേ നെയിംലെസ് ആയിട്ടുള്ള ബ്രാൻഡുകൾ റാൻഡമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളായിരിക്കും ഇത്. ഇതിനകത്ത് മെർക്കുറി, ലെഡ്, സിങ്ക് പോലെയുള്ള സാധനങ്ങൾ വളരെയധികം കോൺസെൻട്രേഷൻ ഉണ്ടാകും. ഇത് നമ്മുടെ കിഡ്നി അടിച്ചു പോകാനും റീനൽ ഡിസീസ് നമുക്ക് തരാനും കാരണമാവുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പേരും വിലാസവും ഇല്ലാത്ത റാൻഡം ഫെയർനെസ് ക്രീമുകളെക്കാളും എപ്പോഴും നല്ലത് നല്ല രീതിയിൽ ഇന്ത്യൻ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സും വളരെയധികം സ്കിൻ കൺസേൺസ് ഉള്ള ആൾക്കാർ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണണമെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോയ്ക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.